നമുക്ക് പരിചയമുള്ള ചില ജീവികൾ പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ജീവികളിൽ ചിലവ നമുക്ക് സന്തോഷം നൽകുന്നവയായിരിക്കും, മറ്റു ചിലവ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്നവയും. ഇനി വേറെ ചിലതാകട്ടെ തീർത്തും വില്ലന്മാരും. അത്തരം ചില ജീവജാലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യമായി ഷഡ്പദങ്ങളെ നോക്കാം. പൊതുവെ ബീസ് എന്ന വർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇവ എത്ര ചെറിയ പ്രാണികളാണല്ലേ. മധുരമൂറുന്ന തേൻ നമുക്ക് പകർന്നു നൽകുന്ന തേനീച്ചകളെ എങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും? പക്ഷേ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമായ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധ ഇനം പരിപ്പുകൾ തുടങ്ങിയവയെല്ലാം യഥാസമയം വിളയെടുക്കാൻ സാധിക്കുന്നതിന് ഈ ഷഡ്പദങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന സസ്യങ്ങളുടെ 1/3 പരാഗണം നടക്കുന്നത് ഷഡ്പദങ്ങൾ വഴിയാണ്. ഇതിൽ തന്നെ 80% തേനീച്ചകളാണ് എന്നതുകൂടി അറിയണം. പൂവുകളിൽ നിന്ന് പൂവുകളിലേക്ക് പറക്കുമ്പോൾ ഒരു പിടി പരാഗരേണുക്കളും കൊണ്ടാണ് അവ പോകുന്നത്. പ്രകൃതിജന്യമായി നടക്കുന്ന ഈ പരാഗണം വഴി പൂക്കൾ കായ്ഫലങ്ങളാവുകയും നമുക്ക് വേണ്ട ഭക്ഷണം ലഭ്യമാവുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ചെടികളുടെ പുനരുൽപാദനത്തിനും അവ കാരണമാകുന്നു. ഷഡ്പദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പല ചെടികളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയനെ. അപ്പോൾ ഭക്ഷണത്തിനായി ചെടികളെ ആശ്രയിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അടുത്തതായി അറിയേണ്ടത് ആനകളെ കുറിച്ചാണ്. ആന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അവയുടെ ഭീമാകാരമായ ശരീരമാണ്. തുമ്പിക്കൈയും വലിയ മുറം പോലെയുള്ള 2 ചെവികളും ഭൂമിയെ തന്നെ വിറപ്പിക്കാൻ പാകത്തിലുള്ള 4 കാലുകളും. ഈ ഭീമാകാരമായ ശരീരം കൊണ്ട് പ്രകൃതിക്ക് എന്തെല്ലാം സഹായങ്ങൾ ഇവ ചെയ്യുന്നുണ്ട് എന്നറിയാമോ? നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ എഞ്ചിനീയർ എന്ന ഓമന പേരാണ് ആനകൾക്കുള്ളത്. അതായത് താറുമാറാകാൻ സാധ്യതയുള്ള ആവാസ വ്യവസ്ഥയെ നിലയ്ക്ക് നിർത്തുന്ന എഞ്ചിനീയർ. തങ്ങളുടെ വലിയ ശരീരവുമായി നടന്നു നീങ്ങുന്ന ആനകൾ തങ്ങൾ പോകുന്ന വഴിയിലെ തടസ്സങ്ങൾ തകർത്തെറിഞ്ഞ് ഭൂമിയെ നിരപ്പാക്കും. ഇത്തരത്തിലുള്ള ഒരു ജോലി ആനയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കാട്ടിൽ ചില മരങ്ങൾ ക്രമാതീതമായ തോതിൽ വളർന്നുപോയാൽ മറ്റു ചെടികൾക്ക് വളരാൻ സാധിക്കാത്ത സാഹചര്യം വരും. ഇതിന് പരിഹാരം കാണുന്നതും ആനയാണ്. വലിയ മരങ്ങളുടെ കൊമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞും അവയെ കടപുഴക്കിയും ആന കടന്നു പോകുമ്പോൾ ആ മരങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കും. അതോടെ ആ പ്രദേശത്ത് പുതിയ ചെടികൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുങ്ങുകയായി. അതുപോലെ 100 കണക്കിന് കിലോഗ്രാം ഇലയിനങ്ങളാണ് ആന ഭക്ഷിക്കുക. തുടർന്ന് പുറത്തേക്ക് വിസർജിക്കുന്ന ആനപ്പിണ്ടം പുതിയ ജീവജാലങ്ങൾക്ക് വേഗത്തിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. കൂടാതെ വിവിധ ഇനം ചെടികളുടെ വിത്തുകൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അതിവേഗത്തിൽ വ്യാപിക്കാനും ആനപ്പിണ്ടം സഹായിക്കുന്നു. കാട്ടിലെ ചെറു ജീവജാലങ്ങൾക്കും ആനകളുടെ വലിയ സഹായം ലഭിക്കുന്നുണ്ട്. വളരെ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുക എന്നുള്ളത് ചെറു ജീവജാലങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. ആനകൾ മരക്കൊമ്പുകൾ ഒടിച്ചു താഴ്ത്തുന്നതോടെ ഈ ചെറു ജീവജാലങ്ങൾക്ക് തങ്ങളുടെ ആഹാരം പെട്ടെന്ന് കരഗതമാകുന്നു. അടുത്തതായി മണ്ണിരയെക്കുറിച്ചാണ്. പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്നതിൽ മണ്ണിരകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് സ്കൂൾ കാലഘട്ടം മുതൽ പലർക്കും അറിയാവുന്നതായിരിക്കും. മണ്ണിര കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവയുടെ ശരീരത്തിലൂടെ കടർന്ന് വിസർജ്യമാകുമ്പോഴേക്കും വളമായി മാറിയിട്ടുണ്ടാകും. അതുവഴി മണ്ണ് ഫലഭൂയിഷ്ടമാകുന്നു. ഇതുകൂടാതെ മണ്ണിരകൾ അവയുടെ സഞ്ചാരപാതയ്ക്ക് വേണ്ടി മണ്ണിൽ കുഴിക്കുന്ന കുഴികളും ചെറു ചാലുകളും മണ്ണിൽ വായുസഞ്ചാരത്തിനും വേഗം വെള്ളത്തിൽ കടന്നു പോകാനുമുള്ള പാതയും ഒരുക്കുന്നു. ഇങ്ങനെ കടന്നെത്തുന്ന വെള്ളം ചെടികൾ സ്വാംശീകരിക്കുകയും പ്രകാശ സംശ്ലേഷണത്തിന് സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാത്രമാണ് ചെടികൾ വളരുന്നതും കായ്ഫലങ്ങൾ നൽകാൻ പ്രാപ്തരാവുകയും ചെയ്യുന്നത്. കൂടാതെ മണ്ണിൽ വളരുന്ന അസംഖ്യം ജീവജാലങ്ങൾക്ക് വളരാനുള്ള സാഹചര്യവും മണ്ണ് ഫലഭൂയിഷ്ടമാകുമ്പോൾ മാത്രമാണ് സംജാതമാകുന്നത്. മണ്ണിരകളുടെ എണ്ണം കൂടുമ്പോൾ ബാക്ടീരിയകളും ഫംഗികളും മണ്ണിൽ ധാരാളമായി ഉണ്ടാകുന്നു. ഈ സൂക്ഷ്മജീവികളുടെ ഇടപെടലുകളാണ് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുക. നമ്മുടെ മനസ്സിലെല്ലാം തിന്മയുടെ പ്രതിരൂപമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ജീവജാലത്തെക്കുറിച്ചാണ് അടുത്തു പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, വവ്വാലുകൾ. ഹൊറർ സിനിമകളിൽ ഒരു രംഗത്തെ ഭീതിജനകമാക്കുന്നത് ചിലപ്പോൾ വവ്വാലുകളുടെ സാന്നിധ്യത്തിലൂടെയായിരിക്കും.
ഇനി ആരോഗ്യരംഗത്തേക്ക് വന്നാലോ, നിപ്പ എന്ന മഹാരോഗത്തെ വ്യാപിപ്പിക്കുന്ന വില്ലനായാണ് വവ്വാലുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ രാത്രിഞ്ചരന്മാർ എത്ര വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നറിയാമോ? പ്രകൃതിജന്യമായ കീടനാശിനി എന്ന രീതിയിൽ വവ്വാലിന് പ്രാധാന്യം ഏറെയാണ്. നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്ന കൊതുകുകൾ നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ തന്നെയും പിന്നീട് ഇല്ലാതായി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രികാലങ്ങളിൽ കൊതുകുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളെ വൻതോതിൽ ഭക്ഷണമാക്കുന്നത് വവ്വാലുകളാണ്. കൂടാതെ വിവിധ പൂക്കളിൽ കയറിക്കൂടിയിരിക്കുന്ന കീടങ്ങളെ രാത്രിയിൽ പറന്നെത്തി അകത്താക്കുന്നതും ഇവ തന്നെ. ഈ സമയങ്ങളിൽ ഈ പൂക്കളുടെ പരാഗണം നടത്താനും വവ്വാലുകൾ സഹായിക്കുന്നു. ഏതാണ്ട് 500-ൽ പരം സസ്യങ്ങളുടെ പരാഗണം നടത്താൻ വവ്വാലുകൾ തന്നെ വേണ്ടതുണ്ട്. പഴം, മാങ്ങ, കശുവണ്ടി തുടങ്ങിയവയുടെ എല്ലാം പരാഗണം നടത്തുന്നതിൽ വവ്വാലുകൾ പ്രധാനമായ പങ്കുവഹിക്കുന്നു. രാത്രികാലങ്ങളിൽ ചെടികളിൽ പറന്നെത്തുന്ന വവ്വാലുകൾ ചില ഫലവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കാറുണ്ട്. അപ്പോൾ ആ ചെടിയുടെ വിത്തുകളും അവ കഴിക്കുന്നതിൽ ഉൾപ്പെടും. പിന്നീട് മറ്റൊരിടത്ത് വവ്വാലുകൾ കാഷ്ടിക്കുമ്പോൾ കാഷ്ടത്തിലെ പോഷകങ്ങൾ മണ്ണുമായി ഇടചേർന്ന് ആ വിത്തുകൾ മുളയ്ക്കുന്നതിന് അനുകൂല സാഹചര്യമുണ്ടാക്കും. ഇതുവഴി ചെടിയുടെ വ്യാപനം സാധ്യമാവുകയും ചെയ്യും. കടലിലെ കൊലയാളി എന്ന് പരക്കെ ആക്ഷേപിക്കപ്പെടുന്ന വമ്പൻ സ്രാവുകളെ കുറിച്ചാണ് അടുത്തത്. ഈ ദുഷ്പേര് ചുമന്നു നടക്കുകയാണെങ്കിലും കടലിലെ ആവാസ വ്യവസ്ഥയുടെ സന്തുലനം നിലനിർത്തുന്നതിൽ സ്രാവുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കൺമുന്നിലെത്തുന്ന മത്സ്യങ്ങളെ ഭക്ഷണമാക്കുക വഴി കടലിൽ ഏതെങ്കിലും ഒരു മത്സ്യവർഗം അതിവേഗത്തിൽ പെരുകുന്നത് തടയാൻ സ്രാവുകൾ സഹായിക്കുന്നു. സമുദ്രത്തിലെ 25% ജീവികളുടെ ജീവൻ സംരക്ഷിക്കുന്ന പവിഴപ്പുറ്റുകൾ ഇതുവഴി നാശം കൂടാതെ നിലനിൽക്കുകയും ചെയ്യും. കൂടാതെ സമുദ്രത്തിന്റെ ആഴപ്പരപ്പിലേക്ക് ഊളിയിട്ട് ഭക്ഷണം തേടുന്ന സ്രാവുകൾ മറ്റിടങ്ങളിലേക്ക് അതിവേഗത്തിൽ കുതിച്ചെത്തും. അവിടെ അവ നടത്തുന്ന വിസർജ്യങ്ങളിലൂടെ ആഴപ്പരപ്പിലുള്ള പോഷകങ്ങൾ മറ്റു മത്സ്യങ്ങൾക്ക് കൂടി കരഗതമാവുകയും ചെയ്യും. നമ്മോടൊപ്പം നിരന്തരം ഇടപെടുന്ന ഉറുമ്പുകളെ എങ്ങനെ മറക്കാൻ സാധിക്കും? പ്രകൃതി സന്തുലനം നിലനിർത്തുന്നതിൽ ഈ കുഞ്ഞൻ ജീവജാലം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും വലിയ ശല്യക്കാരായാണ് നമ്മൾ ഉറുമ്പിനെ കാണാറുള്ളത്. ഭക്ഷണത്തിലും മധുര പലഹാരങ്ങളിലും പലവർഗ്ഗങ്ങളിലുമെല്ലാം പാഞ്ഞെത്തുന്ന ഇവയെ ശപിക്കാത്തവർ വളരെ കുറവായിരിക്കും. എന്നാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാത്രമാണോ ഇവയെ കാണുന്നത്? ചെളിയിലും കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിലുമെല്ലാം ഇവയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അവിടെ ഇവ എന്ത് ജോലിയാണ് എടുക്കുന്നത്? മാലിന്യ അവശിഷ്ടങ്ങൾ അഴുകി മണ്ണിനോട് ചേരാൻ ഉറുമ്പുകൾ നടത്തുന്ന സേവനം വളരെ പ്രധാനമാണ്. മാലിന്യത്തിൽ ഇവ ആഴ്ന്നിറങ്ങുമ്പോൾ അവിടെ ചെറിയ സുഷിരങ്ങളും ചെറു ചാലുകളും രൂപം കൊള്ളുകയും അതിനകത്തുകൂടി വായുവും വെള്ളവും അകത്തേക്ക് കടക്കുകയും ചെയ്യും. ഇതുവഴി സൂക്ഷ്മജീവികളായ ബാക്ടീരിയകളും ഫംഗികളും കടന്നെത്തി മാലിന്യ സംസ്കരണം പൂർത്തിയാക്കും. അതോടെ മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമാകുന്നു. ശരീരത്തിന്റെ വലിപ്പമല്ല, മറിച്ച് അവ നടത്തുന്ന സേവനമാണ് പ്രധാനം. ഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ള ഏതൊരു ജീവജാലവും അന്യോന്യം സഹവസിച്ചാണ് ജീവിക്കുന്നത്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ ജീവജാലവും ഈ കണ്ണിയുടെ ഭാഗമാകുന്നു. വളരെ വിശാലമായ ജീവലോകത്തു നിന്നും ചില ജീവജാലങ്ങളെ മാത്രം പറിച്ചെടുത്ത് തയ്യാറാക്കിയ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വിവിധ സവിശേഷതകളെ അടിസ്ഥാനമാക്കി കൂടുതൽ വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ പ്രതീക്ഷിക്കുക. നന്ദി, നമസ്കാരം.